ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചീര മുട്ട തോരനാണ്. പ്രിപ്പറേഷനിലേക്ക് എടുക്കാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെക്കാം. പാത്രം നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇനി അടുത്തത് ഇതിലേക്ക് കുറച്ച് നാളികേരവും 2 പച്ചമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, അല്ലാതെ അരയരുത്. ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചീര ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ചീരയും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചീര ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 2-3 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇപ്പൊ കണ്ടില്ലേ, ചീരയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതൊന്ന് ചെക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വാട്ടിയെടുത്താൽ മതി. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കിയെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീര മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.